അപ്പോൾ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഫണ്ടമെന്റൽ സാധനം തന്നെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നൊരു ദശ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോംപ്ലക്സ് ഡിഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, മുറിവ് അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു മാറ്റിയത് ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ വേറെ ഭാഗത്തുള്ള ദശ വെച്ച് അതെങ്ങനെ അടയ്ക്കാം, എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ അതിന്റെ ഭംഗി കൂട്ടാം. ഇത് ഭംഗിക്ക് വേണ്ടിയുള്ള ശസ്ത്രക്രിയ അല്ല, കഴിയുന്നതും ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നു എന്നേ ഉള്ളൂ. ഇത് പ്രൈമറിലി ഫങ്ഷനാണ് പ്രധാനം. ഉദാഹരണത്തിന് നമ്മുടെ നാക്ക് ചിലപ്പം അങ്ങനെ തന്നെ എടുത്തു കളയേണ്ടവരാ, ടോട്ടൽ ഗ്ലോസെക്ടമി അല്ലെങ്കിൽ പാർഷ്യൽ ഗ്ലോസെക്ടമി, പകുതി എടുത്തു കളയേണ്ടവന്നേക്കാം. അപ്പം ടങ് എടുത്തു കളയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് വിഴുങ്ങാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഈ ടങ് ഇല്ലെങ്കിൽ നമ്മുടെ വായിൽ സലൈവ, ഉമിനീര് പൂളി ചെയ്തിട്ട് വായിക്കിടെ ഒഴുകും. അപ്പം അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ടങ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലെയോ കാലിലെയോ കുറച്ച് ദശയും സ്കിന്നും എല്ലാം കൂടി എടുത്ത് രക്തക്കുഴലോട് കൂടി എടുത്ത് ഒരു ആർട്ടറി, ഒരു വെയിനും കൊണ്ട് അതിനവിടെ വെച്ച് ബൾക്കി ആയിട്ടൊരു ടങ് പോലെ ഉണ്ടാക്കി അത് നെക്കിലുള്ള രക്തക്കുഴലുമായിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് അനാസ്റ്റമോസ് ചെയ്ത് രക്തോട്ടം ഉണ്ടാക്കി എടുക്കും. അതാണ് മൈക്രോ സർജിക്കൽ ഫ്രീ ഫ്ലാപ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇങ്ങനെ പെക്ട്രാലിസ് മേജർ, ഒരു മയോക്യൂട്ടേനിയസ് ഫ്ലാപ്സ് ഉണ്ട്, മറ്റേ ഒരു പെഡിക്കിൾഡ് ഫ്ലാപ്സ് എന്ന് പറയും. അതായത് ആ ഒരു ചെറിയ മസിലിൽ തൂങ്ങിക്കിടക്കുന്ന ദശയാണ്. അത് നമ്മൾ വളച്ചു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവയ്ക്കാം. അങ്ങനെ പല രീതികളുണ്ട്. പക്ഷെ അപ്പോൾ ആ ടങ് എപ്പോഴും പഴയ ടങ്ങിന്റെ അതേപോലെ ഫങ്ഷൻ ചെയ്യുന്ന ടങ് അല്ല. പക്ഷെ അവിടെ ബൾക്ക് കൊണ്ടുവരുന്നത് വഴി നമുക്ക് സംസാരിക്കുമ്പം ഈ ടങ് പാലറ്റ് എന്ന് പറയുന്ന അപ്പർ ഭാഗത്ത് മുട്ടുകയും നമ്മുടെ താടി കൊണ്ട് ഇങ്ങനെ അനക്കുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കും. വിഴുങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ട് ആ ദശയുടെ അപ്പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രഷർ കൊണ്ട് നമുക്ക് വിഴുങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. വേറൊരു കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇവിടെ ഒരു വലിയ ഓട്ടയുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അത് നമുക്ക് എങ്ങനെയാ, അത് ആൾക്കാർ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല പ്രശ്നം. നമുക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കും? നമ്മുടെ ഉമിനീര് കൂടെ ഒലിച്ചുകൊണ്ടിരിക്കില്ലേ? അപ്പം അവിടെ നമ്മൾ അടച്ചേ പറ്റും. അപ്പൊ അവിടെ നമ്മൾ ഇതേപോലെ തന്നെ ദശ, സ്കിന്നും മസിലും ഒക്കെ എടുത്ത് നമുക്ക് അവിടെ വളച്ച് അകവും പുറവും നമുക്ക് അടയ്ക്കാൻ പറ്റും. അതും ഇവിടെ തന്നെ രക്തക്കുഴലുകളിലേക്ക് കണക്ട് ചെയ്ത് മൈക്രോ സർജിക്കൽ ഫ്രീ ഫ്ലാപ്സ് ചെയ്യാം, അല്ലാത്ത ഫ്ലാപ്പുകൾ ചെയ്യാം. അങ്ങനെ ഇത് അടയ്ക്കാൻ പറ്റും. പക്ഷെ ഇത് എപ്പോഴും കാണുമ്പോൾ ഭയങ്കര നല്ലതായിട്ടിരിക്കണം എന്നില്ല. പക്ഷെ നമ്മൾ എപ്പോഴും നല്ലതായിരിക്കാൻ നോക്കും. പക്ഷെ പഴയ പോലെ തന്നെ ആവണം എന്നില്ല. പക്ഷെ ഫങ്ഷൻ ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് മാത്രം. പിന്നെ വേറൊരു മേജർ ഏരിയ എന്ന് പറയുമ്പോൾ താടിയല്ലൊക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് എടുത്തു കളയേണ്ടി വരാം. അപ്പൊ നമ്മൾ കാലില് 2 ബോൺസ് ഉണ്ട്, ടിബിയ, ഫിബുല. അതിനകത്ത് ഫിബുലയ്ക്ക് പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഇല്ല. ഫിബുല ഇല്ലെങ്കിലും നമുക്ക് നടക്കാനും ഒരു പ്രശ്നവും. ഫിബുല നമ്മൾ സൂക്ഷിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ. പക്ഷെ ആ ഫിബുല എന്ന് പറയുന്ന എല്ല് പെരോണിയൽ ആർട്ടറി, കാലിലേക്ക് 3 രക്തക്കുഴലുകൾ പോകുന്നുണ്ട് കാലില്, മേജർ. അതിനകത്ത് പെരോണിയൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ ഒരു രക്തക്കുഴൽ എടുത്താലും കുഴപ്പമില്ല. അപ്പം പെരോണിയൽ ആർട്ടറി ആ ഫിബുലയുടെ തൊട്ടടുത്തൂടെയാണ് പോകുന്നത്. അപ്പൊ ഫിബുലയും ആ പെരോണിയൽ ആർട്ടറിയും ചേർന്നിട്ടുള്ള ഒരു ബോൺ ഫ്ലാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലാപ്പ് ഷേപ്പ് ചെയ്ത് മറ്റേ നമ്മുടെ മാൻഡിബിളിന്റെ അതേപോലെ തന്നെ ഷേപ്പ് ആക്കി പ്ലേറ്റ് ഒക്കെ വെച്ച് ഇവിടെ രക്തക്കുഴൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ കാലത്ത് അത് വളരെ അഡ്വാൻസ്ഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എസ്പെഷ്യലി ബിനൈൻ ലീഷൻസ്, ക്യാൻസർ അല്ലാത്ത ലീഷൻസ് വരാം താടിയലിലൊക്കെ. അതൊക്കെ പേഷ്യന്റ് സ്പെസിഫിക് ഇംപ്ലാന്റ്സ് ഉണ്ട്. പിന്നെ 3D മോഡലിംഗ് ചെയ്യാം. നമുക്ക് ആ 3D ആളുടെ ആ ലീഷന്റെ 3D മോഡൽ ചെയ്തിട്ട് എക്സാക്ട് ആയിട്ട് പ്ലേറ്റ് ഷേപ്പ് അഡാപ്റ്റ് ചെയ്തിട്ട് ആ ഷേപ്പിലേക്ക് തന്നെ ഈ ബോൺ നല്ല ഷേപ്പ് ചെയ്ത് ഫിക്സ് ചെയ്ത് നമുക്ക് മൈക്രോ സർജറി ചെയ്യാൻ സാധിക്കും. അതൊരു ടീം വർക്കാണ്. മാക്സിലോഫേഷ്യൽ സർജൻസ്, ക്രേനിയോഫേഷ്യൽ സർജൻസ് ഉണ്ട്, നമ്മുടെ അവിടെ ഡെന്റൽ സർജൻസ് ഉണ്ട്, ഇത് ചെയ്യുന്ന 3D മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്ലാസ്റ്റിക് ആൻഡ് നമ്മുടെ മൈക്രോ സർജൻസ് ഉണ്ട്.